സ്വർഗസങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗസങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ. നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ഹാർട്ട് ഓഫ് ഹെവനിൽ നമ്മൾ സംഗീത സംവിധായകനും ഗായകനുമായ ഷാൻറ്റി ആൻ്റണി അങ്കമാലി അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും കേട്ട് വളരെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ഈ ആഴ്ചയും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ തുടരുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഒത്തിരി സ്നേഹത്തോടു കൂടി ഹാർട്ട് ഓഫ് ഹെവനിലേക്ക്. പ്രിയപ്പെട്ട ഷാൻറ്റി, ജീവിത പങ്കാളി ജോസ്ന, ഒത്തിരി സ്നേഹത്തോടെ ഹാർട്ട് ഓഫ് ഹെവൻ എന്ന പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ ഒരാൾ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ പല രീതികളിലാണ് പലരും മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ഷാൻറ്റിയുടെ ഒരു സ്റ്റൈൽ ഓഫ് കമ്പോസിങ് എങ്ങനെയാണ്? ആക്ച്വലി ഞാൻ കൂടുതൽ ലിറിക്സ് തന്നിട്ട് അത് കമ്പോസ് ചെയ്തേക്കുന്നത്. പക്ഷേ അതല്ലാതെ ട്യൂൺ ഇട്ട് കൊടുത്ത് ഇപ്പോൾ പിപ്പലാന്തരി സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിറ്റൂർ ഗോപി സാർ എഴുതിയേക്കുന്നു. അദ്ദേഹം എനിക്ക് ആദ്യത്തെ 4 വരി എനിക്ക് എഴുതി തന്നിട്ട് കമ്പോസ് ചെയ്യാൻ വന്നു. പക്ഷെ ദാസാറ് പാടിയ പാട്ടിന് എന്നോട് ഡയറക്ടർ ആ ഗ്രാമീണ ഭംഗിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം ട്യൂൺ ഇട്ടിട്ടാണ് ലിറിക്സ് എഴുതിപ്പിച്ചത്. രണ്ടും ഒരു തലത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് ലിറിക്സ് ഇല്ലാതെ ട്യൂൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു ഇൻഡിവിജ്വൽ ഫ്രീഡം കിട്ടും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിന്റെ ഒരു എന്താ പറയാ മീറ്റർ നമുക്ക് കറക്റ്റ് ആയിട്ട് ലിറിക്സ് വരുമ്പോൾ എപ്പോഴും നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്നേ അവരെ കൂടെ തൃപ്തിപ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ലിമിറ്റേഷൻ. ഇപ്പോ ഏകദേശം ഒരു പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് സഡൻ ആയിട്ടൊരു പാട്ട് കമ്പോസ് ചെയ്യണം, അതോ ടൈം എടുത്ത് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഓഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഒരു ആത്മാവിന്റെ ഒരു പ്രേരണയാണ്. ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ചില പാട്ട് ഒരാഴ്ച കൊണ്ട് 2 വരി കിട്ടാതെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വലിയ ഹിറ്റായി തീരുകയും ചെയ്യും. അത് ശരി, അതാണ് നമ്മൾ ആത്മാവിൽ നിറഞ്ഞ ഗാനങ്ങളാണ് അതിലൂടെ വരുന്നത്. നമ്മൾ ടൈം എടുത്ത് ചെയ്യുന്നതും പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന സംഗീതവും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഓ പിന്നെ തീർച്ചയായും. കാരണം പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഡിവോഷൻ ചെയ്യുമ്പോൾ അത്രയും നമ്മളൊരു സ്പിരിച്വലായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഷാൻറ്റി കമ്പോസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട്? ഓക്കെ, ഇനി ഞാൻ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമ്മൾ സെബാസ്റ്റ്യൻ പൗളത്തറ MC ബേസിൽ എഴുതിയൊരു ദിവ്യകാരുണ്യത്തിന്റെ ഒരു പാട്ടുണ്ട്, കരുതലായി കാവലായി ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞിട്ട്. രണ്ടുപേരും കൂടി ഒരുമിച്ച് പാടാം അല്ലേ? കരുതലായി കാവലായി ദിവ്യകാരുണ്യം കടൽ ചേലെ കരകവിയും സ്നേഹകാരുണ്യം സ്വർഗത്തിൻ വാതിലാണിവിടം പരമകാരുണ്യമായി തിരുഹൃദയം എന്നെ മാറോടണയ്ക്കുന്ന നിമിഷം പരമകാരുണ്യമായി തിരുഹൃദയം എന്നെ മാറോടണയ്ക്കുന്ന നിമിഷം ഹൃദയം ഹൃദയത്തോടും സ്നേഹം സ്നേഹത്തോടും അവിരാമമാലപിക്കുന്നിതാ ആരാധന ആരാധന ഹൃദയം ഹൃദയത്തോടും സ്നേഹം സ്നേഹത്തോടും അവിരാമമാലപിക്കുന്നിതാ ആരാധന ആരാധന.
എന്നാ ആത്മീയ ജീവനുള്ള ഗാനം, തീർച്ചയായിട്ടും വളരെ ടച്ച്ഫുൾ ആയിട്ടുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഒരു ജീവനുള്ള പാട്ടുകളാണ്, ജീവിക്കുന്ന ഗാനങ്ങളാണെന്ന് പറയാം. യെസ്. ദൈവത്തിന് ഇപ്പോഴും നന്ദി. കാരണം ഇത്രയും പാട്ടുകൾ ചെയ്യാൻ പറ്റിയത് തന്നെ ഞങ്ങൾക്ക് പറയത്തക്ക ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഒന്നുമില്ലാതെ തന്നെ ഇപ്പം ഞങ്ങളുടെ അപ്പച്ചനൊക്കെ ആണെങ്കിലും ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ പി ജയചന്ദ്രൻ സാറിനെ, ദാസ് സാറിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഒരിക്കലും ഇവരൊക്കെ കാണാൻ പറ്റുമെന്നോ പാടിപ്പിക്കാൻ പറ്റുമെന്നോ അത് ഈശ്വര. ഒരുവിധം എല്ലാ ഗായകരെയും മലയാളത്തിലെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പാടിപ്പിച്ചു. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത. ഗുഡ്നസ് ടെലിവിഷൻ ഇനി മുതൽ സാറ്റലൈറ്റിൽ മാത്രമല്ല OTT പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ഗൂഗിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. ഞങ്ങള് താമസിച്ചത് കാലടി പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യം, അതിരപ്പള്ളിക്കൊക്കെ അടുത്ത്. കാലടി പ്ലാന്റേഷൻ, അതിരപ്പള്ളി അയ്യമ്പുഴയൊക്കെ അടുത്ത്. അപ്പൊ അമ്മയ്ക്ക് അവിടെ ടാപ്പിംഗ് ആയിരുന്നു, അമ്മയ്ക്ക് ജോലി. അമ്മ അപ്പൊ അവിടെ ഞങ്ങൾ പള്ളിയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു. എന്ന് വെച്ചാൽ പള്ളിയിലെ കൊയർട്ടി അങ്ങനെയൊക്കെ നിൽക്കും. ഒരിക്കൽ പോലും ഞാൻ പ്രൊഫഷണലായിട്ട് പഠിച്ചത് നഴ്സിംഗ് ആണ്. പക്ഷെ 7 വർഷം മുമ്പ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഫുൾ മ്യൂസിക്കിലേക്ക് മാറി. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇത്രയും പാട്ടുകൾ ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോഴും ഞാൻ അത്ഭുതപ്പെടാണ്. കാരണം ഒരു മാസമായിട്ടും ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നു 6-7 പാട്ട് നമ്മൾ ചെയ്തിറങ്ങുന്നുണ്ട്. ഷാൻജിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദൈവാനുഭവം പറയുമോ ഈ സംഗീത യാത്രയില്? സംഗീതയാത്ര ഇതിലൊരു വലിയ ദൈവാനുഭവം എന്ന് പറയുന്നത്, ഞാനിപ്പോഴും സംഗീതം ഞാൻ ചെയ്തൊരു ഒരുപാട് സന്തോഷമാണ്. അതിലേറെ ഞാൻ സന്തോഷിക്കുന്നത്, എനിക്കൊരു ഞങ്ങൾ പാവപ്പെട്ടവരാണ് വന്നിരുന്നാലും വീടില്ലാത്തൊരു അപ്പച്ചനും അമ്മച്ചിക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റി. അത് ഈ സംഗീത ജീവിതത്തിൽ നിന്നതുകൊണ്ടാട്ടോ. വെരി ഗുഡ്. കാരണം 2016 ഇതേപോലെ തന്നെ 17 ഞാനിങ്ങനെ ദാസാറിനെ പാടിപ്പിച്ചിട്ട് ഞാൻ ചെന്നൈയിൽ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. സ്റ്റുഡിയോന്ന് റൂമിൽ എത്തി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വരാണ്. അപ്പം ഞാൻ ഫേസ്ബുക്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോസ് ചെറിയമ്പുറത്ത് നിന്നുള്ള ഒരാളാണ് എൻ്റെ നമ്പർ ചോദിച്ചു, ഞാൻ കൊടുത്തു. അപ്പോൾ അദ്ദേഹം എന്നെ ഓൺ സ്പോട്ടിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാൻഡി ഞാനിങ്ങനെ ജോസ് എന്നാണ്, ഞാൻ അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നതെന്ന് പറയാൻ എന്നോട്. അവൻ എന്താണ് സാറേ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ സാറിങ്ങനെ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സൂര്യ TV ഒരു പ്രോഗ്രാം കണ്ടു. അതിൽ അങ്കമാലിക്കടുത്ത് റൈസൻ സണ്ണി എന്ന് പറഞ്ഞൊരു മകൻ കറുകൂറ്റിയിൽ വെച്ചൊരു ആക്സിഡൻറ്റിൽ മരിച്ചു. അവൻ്റെ കൈകൾ ഉൾപ്പെടെ 6 അവയവങ്ങൾ ദാനം ചെയ്തു. പക്ഷെ അവൻ്റെ മാതാപിതാക്കൾ ഇപ്പം കിടക്കുന്നത് ഷാൻഡി മഴ പെയ്ത് ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാതെ അകത്ത് വീഴുന്നൊരവസ്ഥയുള്ള വീട്ടിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാനിപ്പോൾ ചെന്നൈയിലാണ്, ഞാൻ തിരിച്ചു നിന്നിട്ട് അവരെ കുറിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലെത്തിയിട്ട് ഞാനും ചേട്ടനും കൂടി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അങ്കമാലി എയർപോർട്ടിൻ്റെ അടുത്ത് അത്താണിക്ക് അടുത്ത് പറമ്പൈ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അവർ വീട്. അവരെ പോയി കണ്ടപ്പോൾ ആ അപ്പനമ്മയ്ക്കും കൂടി ആകെ ഒരു മോനായിരുന്നു ഇത്. അപ്പൊ അവന് നഷ്ടപ്പെട്ടു. അപ്പൊ അവന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് അവന്റെ അപ്പനമ്മയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക. അവൻ എപ്പോഴും പറയുന്നത്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാനിങ്ങനെ ആ അങ്കിളിനോട് പറഞ്ഞു. അപ്പൊ അങ്കിൾ എന്നോട് പറഞ്ഞു, ഷാൻഡി 2 ലക്ഷം രൂപ ഞാൻ തരാം, ബാക്കി തന്നെ എൻ്റെ ഇല്ല, ഷാൻഡി അവർക്ക് വീട് വെച്ചൊരു ഇനിഷ്യേറ്റീവ് എടുക്കാമോ എന്ന് ചോദിച്ചു. ആക്ച്വലി ഞങ്ങൾ എന്നെ തെരഞ്ഞത് റൈസൻ അങ്കമാലി എന്ന് അദ്ദേഹം തെരഞ്ഞപ്പോ ഞാൻ ഫേസ്ബുക്കിലിട്ടേക്കുന്ന പേര് ഷാൻഡി ആന്റണി അങ്കമാലി എന്നാണ്. പുള്ളി ഒത്തിരി പേർക്ക് മെസ്സേജ് ചെയ്തു, ആരും റിപ്ലൈ ചെയ്തില്ല, ഞാൻ മാത്രം റിപ്ലൈ ചെയ്തോളൂ. അങ്ങനെ ഞങ്ങൾ ആ ഭാഗത്തുള്ള അവരുടെ ഇടവകയിലെ അച്ഛനെയും പിന്നെ അവിടുത്തെ പാർട്ടി പ്രവർത്തകരെയൊക്കെ കൂട്ടിയിട്ട് ആദ്യം ഇവരുടെ പേരിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. 4 സെന്റ് സ്ഥലം നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് അവരുടെ പേരിലാക്കി. അങ്ങനെ ഇദ്ദേഹം തന്ന 2 ലക്ഷം രൂപ കൊണ്ട് തറകെട്ട് കഴിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ നോട്ട് നിരോധനമൊക്കെ വരുന്നത്. അപ്പൊ ആരുടെ കയ്യിലും പൈസ ഒന്നും ഇല്ലാത്തൊരവസ്ഥ. ഞാനാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചീനെ അവിടെ നിന്ന് വീട് പൊളിച്ചളഞ്ഞ് മാറ്റിയായിരുന്നു. തറകെട്ട് കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുവാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ചെറമേലച്ഛനെ വിളിക്കുന്നത്. നമ്മുടെ ഡേവിസ് ചെറമേലച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഷാൻഡി ഒന്ന് തൃശ്ശൂർക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അവസ്ഥയൊക്കെ, ഞാനപ്പോൾ ഇവരുടെ വീടിൻ്റെ ഇന്ന് രാവിലെ ബൈക്ക് എടുത്ത് പോകും. എന്നിട്ട് ഇവരുടെ വീടിൻ്റെ പരിസരത്ത് അവിടെ ഒരു തട്ടുകടയുണ്ട്, അവിടെ പോയി ഇരുന്നിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ബൈക്കിലിരുന്നിട്ട് ചിന്തിക്കും, എനിക്ക് ഇതിനന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ കണ്ണടച്ച് ഒഴിഞ്ഞു പോകാമായിരുന്നു. പക്ഷേ അതെ, നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം അവരെങ്ങനെയെങ്കിലും ആ ഒരു കൂരയ്ക്കുള്ളിൽ കയറ്റണം തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പ്രത്യേകിച്ച് ആ സമയത്ത് ആരുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അപ്പോൾ ചെറമേലച്ഛൻ പറഞ്ഞു, ഷാൻഡി ഡോക്ടർ ജോസ് ഹൂക്കൻ, അദ്ദേഹം കൊടുങ്ങല്ലൊരു മോഡേൺ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, അദ്ദേഹത്തിന്റെ മോളുടെ കല്യാണ ദിവസങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരു 25,000 ചെറമേലച്ഛന് കിഡ്നി ഫെഡറേഷന് കൊടുക്കാന്ന് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ പൈസ എൻ്റെ അടുത്ത് പറഞ്ഞു, ഷാൻഡിക്ക് 25,000 തരാന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ തരാൻ വേണ്ടി ചെറമേലച്ഛനും ഈ ഡോക്ടർ ജോസ് ഹൂക്കനും ഈ വീടിന്റെ തറ കെട്ടുന്ന അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥ കണ്ടപ്പോൾ ഡോക്ടർ വേഗം ചെറമേലച്ഛനോട് പറഞ്ഞു,
അച്ഛാ 25,000 ആക്കണം, 1,00,000 രൂപ ആക്കിക്കോളാം. അങ്ങനെ 1,00,000 രൂപ. അപ്പോഴും പൈസ തികഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഞാൻ ഒരു ദിവസം ഞാൻ ഈ GC യൂത്തിൻ്റെ പ്രോഗ്രാമിനൊക്കെ ഇങ്ങനെ പാട്ട് പാടാനൊക്കെ ഇങ്ങനെ പോവായിരുന്നു, നഴ്സസ് മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നുണ്ട്. അപ്പം ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ എൻ്റെ അടുത്ത് മനോരമയിൽ ജോണി ലൂക്കോസ് സാർ ഞങ്ങൾ ഒരുമിച്ച് വന്നത്. അപ്പോൾ സാറിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇൻസിഡൻസ് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു രാവിലെ തന്നെ പത്രത്തിൽ ഓഫീസിലേക്ക് വരാമെന്ന്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വലിയ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു ഹെഡിങ് ഇങ്ങനെ മാതാപിതാക്കൾക്ക് വീട് ഒരുക്കാൻ സംഗീത സംവിധായകൻ്റെ ശ്രമം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതൊന്നും അവൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ. അങ്ങനെ അതിനകത്ത് ഒരു 5,00,000 രൂപ വന്നു. പിന്നെ ഞാൻ ഇങ്ങനെ പലരുടെ അടുത്തും ചോദിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറിയുടെ അന്ന് ഇദ്ദേഹത്തിൻ്റെ കൈകൾ സ്വീകരിച്ച, കിഡ്നി സ്വീകരിച്ച, അങ്ങനെ ഓരോന്ന് അവയവങ്ങൾ സ്വീകരിച്ചവരൊക്കെ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് അപ്പം ഈ റൈസിന്റെ കൈ സ്വീകരിച്ച ആ മകൻ വന്ന് ജിത്തു വന്ന് ഈ വീടിന്റെ താക്കോല് മാതാപിതാക്കൾക്ക് കൈമാറി. അങ്ങനെ വീട് അതെ, അമ്മച്ചി ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഓർക്കാം. അതെ, തീർച്ചയായും തീർച്ചയായും. അപ്പൊ ഞാൻ എന്റെ സംഗീത ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഉറപ്പായിട്ടും അതുകൊണ്ടാണ്. സംഗീതം എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഒരുപാട് തന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്ക് പറയും, അവരിടയ്ക്കൊക്കെ ഞങ്ങളെ ഓർക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇതിപ്പോ സംഭവിച്ചിട്ട് 4 വർഷത്തോളമായി. പക്ഷെ ഞങ്ങളെപ്പോഴും അമ്മച്ചീനെ വിളിക്കുകയും നമുക്ക് അമ്മച്ചീന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതെ അതെ, അവരായിട്ട് അങ്ങനെ ഒരു പ്രവൃത്തി സാൻഡിയിലൂടെ ദൈവം ചെയ്യാൻ ഒരിക്കലും ഓർത്ത് നന്ദി പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പക്ഷേ ഈ സംഗീത സംവിധായകൻ എന്നുള്ള ലേബലിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പലരുടെ അടുത്തും ചോദിച്ച് ഞാൻ പറഞ്ഞു, ചിലവർ എന്നോട് പറവൂരൊക്കെ വരാൻ പറഞ്ഞ് എന്നെ വിളിക്കും. അപ്പം ഞാൻ ഭയങ്കര പൈസ കിട്ടുന്ന ബൈക്ക് ഓടിച്ച് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ 200 രൂപയ്ക്കായിരിക്കും തന്നെ അത് തരുന്നത്, കൂലിപ്പണിക്കാരൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഞാൻ സന്തോഷത്തോട് വാങ്ങിച്ച് അവർക്ക് പറ്റാവുന്നത് അവരവരുടെ. അതെ അതെ അതെ, അങ്ങനെ 1,00,000 തുടങ്ങി അതിനിപ്പുറത്തേക്ക് എത്രയോ പേര് സഹായിച്ചു. തീർച്ചയായും വളരെ സന്തോഷം. അതിനുവേണ്ടി പ്രത്യേകം കൺഗ്രാജുലേഷൻ പറയുകയാണ്. അല്ല, അതിന് ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ടൊരു മനസ്സുണ്ടായല്ലോ. അപ്പൊ നമുക്ക് ഉള്ളത് പറഞ്ഞാൽ അവരുടെ അമ്മച്ചി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു അച്ഛനാണ്. ഞാനിങ്ങനെ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഷാൻഡി മോനെ എടുത്തത് നല്ല കാര്യമാണ്, നീ ചെറുപ്പമാണ്, പക്ഷെ നീ ഇത് ഒന്നും കൂടെ ചിന്തിക്കണം, നിനക്കിത് പൂർത്തീകരിക്കണം. പക്ഷെ അപ്പോഴും എൻ്റെ ആ ഒരു ചെറുപ്പത്തിനകത്ത് എനിക്കിത് പൂർത്തീകരിക്കാൻ പറ്റുന്നൊരു വിശ്വാസം അല്ലേ. പക്ഷെ പല സമയങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു. കാരണം പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ദൈവിക വിശ്വാസവും നമ്മളെ അത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഉറപ്പ് തന്നെയായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ആ അമ്മച്ചി ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ, തീർച്ചയായും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും അമ്മച്ചിയെ കാണാനായിട്ട്. നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം ഹാർട്ട് ഓഫ് ഹെവനിലേക്ക്. അമ്മച്ചി സന്തോഷമാണോ? സന്തോഷം. ഓക്കെ. അമ്മച്ചിയുടെ പേര് ഷാലി അല്ലേ? ഇവര് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ഒരുപാട് സന്തോഷം തോന്നി കേട്ടപ്പോ. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കാരണം ഞങ്ങള് അവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മച്ചി പറയുമ്പോൾ ഞങ്ങൾ പോവാറുണ്ട്, വിളിക്കാറുണ്ട്. ഇപ്പോഴും നമ്മുടെ ഒരു അമ്മേനെ പോലെ തന്നെ, ഞങ്ങളുടെ അമ്മ തന്നെയാണ്. നമ്മളിപ്പോഴും വിളിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. വളരെ സന്തോഷം, വളരെ സന്തോഷം, ഒരുപാട് സന്തോഷം. ഇത് ശരിക്കും നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊരു ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ ഒരു പ്രചോദനമാവട്ടെ എന്ന് വരെ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ ഒരു അനുഗ്രഹമായിരിക്കാം ഒരുപക്ഷെ നല്ല ഗാനങ്ങളിലൂടെ ഷാൻഡിയിലൂടെ പുറത്തു വരുന്നത്. ഉറപ്പായിട്ടും അത് ഉണ്ടാകുക തന്നെ ചെയ്യും. ഇനിയും അമ്മേ, ഒത്തിരി സന്തോഷം ഹാർട്ട് ഓഫ് ഹെവനിൽ വന്ന് ഞങ്ങളെയൊക്കെ പരിചയപ്പെടുവാനും ഞങ്ങൾക്ക് പരിചയപ്പെടുവാനും ഇടവരുത്തിൽ നന്ദി പറയുന്നു. അമ്മയുടെ ആ കണ്ണുനീരിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരവുണ്ടായിരുന്നു. പറയാനുള്ളതെല്ലാം ആ കണ്ണുനീരിൽ ഒതുക്കി അമ്മ. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ഷാൻഡിയുടെ മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിൽ ഷാൻഡിയുടെയും ജോസ്നയുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവൻ്റെയും സംഗീത യാത്രയിൽ കൂടുതൽ ദൈവ അനുഗ്രഹത്താൽ ഒത്തിരിയേറെ പടവുകൾ ചവിട്ടി സംഗീത ലോകത്ത് വലിയ കുലപതിയായി തീരുവാൻ തക്കവണ്ണം അങ്ങേ സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് ആസ്വദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേർന്നുകൊണ്ട്. തീർച്ചയായിട്ടും ഇത്രയും സമയം ഹാർട്ട് ഓഫ് ഹെവനിൽ വരികയും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചു. അത് വളരെ ടച്ചിങ് ആയിട്ടുള്ള അനുഭവങ്ങളായിരുന്നു ഞങ്ങൾക്കും. അതുപോലെ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടിത്തന്നു ഷാൻഡിയും അതുപോലെ തന്നെ ജോസ്ലിയും. ഒത്തിരി നന്ദി. ദൈവം എന്നും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമുക്ക് ഇന്ന് ഹാർട്ട് ഓഫ് ഹെവനിൽ ഒരു വിശിഷ്ട അതിഥി കൂടി എത്താനുണ്ട്, ഷാൻഡിയെ പരിചയപ്പെടാനും അതുപോലെ തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി നമുക്ക് ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് സ്വാഗതം ചെയ്യാം ഗുഡ്നസ് ടിവിയുടെ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ അലക്സ് ചാലങ്ങാടി. സ്വാഗതം ചെയ്യുന്നു.
അച്ഛാ, നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവനിൽ ഇന്ന് അതിഥികളായിട്ട് എത്തിയത് നമ്മുടെ ഷാൻറ്റി ആൻ്റണി അങ്കമാലി. ഒരു നല്ല സംഗീത സംവിധായകനാണ്, ഗായകനാണ്. ഏകദേശം 800-ലധികം പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രശസ്തരായ എല്ലാ ഗായകരെ കൊണ്ടും പാട്ടുകൾ പാടിച്ചിട്ടുണ്ട്. 2 വാക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് പറയാം. ഷാൻറ്റി ആൻ്റണി അങ്കമാലി, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ജോസ്ന, അവർ രണ്ടുപേരുടെയും സാന്നിധ്യം നമ്മുടെ ഗുഡ്നസ് ടി വിയുടെ ഈ ഫ്ലോറിനെ അലങ്കരിച്ചു. തീർച്ചയായും വളരെയധികം അഭിമാനമുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനങ്ങളിൽ ഒന്നാണ് സംഗീതം നൽകുക എന്നുള്ളത്. ഷാൻറ്റി ആൻ്റണി ഒരുപാട് പാട്ടുകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. അക്ഷരങ്ങൾ ചേർത്ത് വെച്ച ഒരു പാട്ടിന് സംഗീതം നൽകുമ്പോൾ അതിന് ജീവൻ വയ്ക്കുകയാണ്. ആ ജീവനാണ് സംഗീതം നൽകുമ്പോൾ അതിന് ലഭിക്കുന്നത്. തീർച്ചയായും അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. ആ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകരുടെ പേരിലും എല്ലാവിധ അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് രണ്ടുപേർക്കും സമർപ്പിക്കുകയാണ്. ദൈവം കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗുഡ്നസ് ടി വിയുടെ ഒരു സ്നേഹാദരം ഷാൻറ്റി ആൻ്റണി അങ്കമാലിക്ക് സമർപ്പിക്കാനായി ഞാൻ അച്ഛനെ ക്ഷണിക്കുകയാണ്. ജെറമിയ 32:27 ഞാൻ സകലമർത്തരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഉറപ്പായും ഈ വചനം ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. നിസ്സാരരെന്ന് കരുതുന്നവരുടെ ജീവിതത്തിൽ നിന്ന് പോലും ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. തൻ്റെ സംഗീത ലോകത്ത് വളരെയേറെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഗാനങ്ങൾ സംഗീതം ചെയ്യുവാൻ ഷാൻറ്റി എന്ന വ്യക്തിത്വത്തിലൂടെ ദൈവം പ്രവർത്തിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. നമ്മളെല്ലാവരെയും ഈ പരിശുദ്ധ വചനം നമ്മുടെ പ്രേക്ഷകരെയും കൂടുതൽ അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ചുയർത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും അവിടുത്തെ സംരക്ഷണവും എന്നും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സംഗീത സാന്ദ്രമായ ഹാർട്ട് ഓഫ് ഹെവൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം സംഗീത സാന്ദ്രമായ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.